നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനം. വിശ്വവിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 30 വർഷം. 1994 ജൂലൈ 5 ബഷീർ വിടവാങ്ങിയത്. നമുക്ക് ബഷീറിനെ കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങൾ ഈ വീഡിയോയിലൂടെ നോക്കാം. ചോദ്യം 1. വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ്. 2. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഉത്തരം ഇമ്മിണി വല്യ 1. ചോദ്യം 3. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ചോദ്യം 4. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? ഉത്തരം മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ. ചോദ്യം 5. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ചോദ്യം 6. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ചോദ്യം 7. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താണ്? ഉത്തരം ഉജ്ജീവനം. ചോദ്യം 8. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. ചോദ്യം 9. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ഉത്തരം എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു. ചോദ്യം 10. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. ചോദ്യം 11. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ചോദ്യം 12. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ചോദ്യം 13. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ചോദ്യം 14. ബഷീർ അന്തരിച്ച വർഷം ഏതാണ്? ഉത്തരം 1994 ജൂലൈ 5. ചോദ്യം 15. ബഷീർ ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഉത്തരം ജൂലൈ 5. ചോദ്യം 16. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേരെന്താണ്? ഉത്തരം കഥാബീജം. ചോദ്യം 17. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം പ്രേംപാറ്റ. ചോദ്യം 18. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്താണ്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ചോദ്യം 19. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. ചോദ്യം 20. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം.